ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ദിവസമായിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ വെറുപ്പിക്കൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും എൻ്റെ ബർത്ത്ഡേ ജൂലൈ 20 ആയിരുന്നു. പക്ഷേ ദിസ് വീക്ക് മൊത്തം അടിപൊളിയായിരുന്നു. കുറേ പേരല്ല, കുറച്ച് പേരൊക്കെ അടിപൊളി സർപ്രൈസസ് ഒക്കെ തന്നു. ആൻഡ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോയിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോർ മൈ മെമ്മറി ടു. എല്ലാ വീഡിയോയും പ്രത്യേകിച്ച് പറയണ്ട, എന്നാലും ഓക്കെ. അപ്പൊ എന്റെ ബർത്ത്ഡേ മന്തിൽ എനിക്ക് ഫസ്റ്റ് റിസീവ് ചെയ്ത ഡ്രസ്സാണ് ഇത്. ആൻഡ് ഇത് ഗിഫ്റ്റ് ചെയ്ത് നൺ അതർ ദാൻ മൈ മദർ ഇൻ ലോ അജുക്കട ഉമ്മച്ചിയാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. എന്റെ നെക്കൊക്കെ കണ്ട ഉമ്മച്ചി പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ആൻഡ് ഈ സ്ലീവ് ഒക്കെ നമുക്ക് പഫ് സ്ലീവ് ഒക്കെ വന്നിട്ട്, പഫ് സ്ലീവ് എൻ്റെ ഫേവറേറ്റ് ആണ്. ആൻഡ് ഫുൾ ഗൗൺ പോലത്തെ ഡിസൈൻ വരുന്നത്. സിമ്പിൾ ആണ്, പക്ഷെ അടിപൊളിയാണ്. എലഗന്റ് ആയിട്ടുള്ള ഐറ്റം ആണ്. ആൻഡ് ഇതിന്റെ തുണി മേടിച്ച് വേറെ എവിടെന്നും അല്ല, നമ്മുടെ പരാഗ് ഫാഷൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇനിയോട് ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി ഐറ്റമാണ്. ആൻഡ് ഇതിൻ്റെ സർപ്രൈസിൻ്റെ കഥ പറയാം. ഓക്കെ, ഒരു ഷോർട്ട് സ്റ്റോറി. അത് ഞങ്ങളൊരു ദിവസം ഉമ്മച്ചി പറഞ്ഞു ഡ്രസ്സ് ഉമ്മച്ചിയുടെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കുഞ്ഞുമോൾ ചേച്ചി എടുത്തുകൊണ്ട് കൊടുക്കാമെന്ന്. നമ്മുടെ അവിടുത്തെ തയ്ക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ഞാനും അജുക്കം കൂടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ കയറിയപ്പോൾ അജുക്ക പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് തരാൻ ഒട്ടും അറിയാത്ത അജുക്ക അത് അപ്പോഴേ റിവീൽ ചെയ്തു. എന്നിട്ടും എനിക്കൊരു ക്ലൂ കിട്ടിയില്ല, കാരണം ഇത്രയും ദിവസം മുന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഇട്ട് നോക്കി, എൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ്. എന്നിട്ട് അപ്പോൾ ഇതിന് ഷോൾ ഇല്ലായിരുന്നേ. എന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ഷോൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ദേ ഉമ്മച്ചി വീട്ടിൽ നിന്നപ്പം ഷോളും ഒക്കെ എടുത്തു വന്നു. ഇതും ഷോളിൻ്റെ മെറ്റീരിയലും എടുത്തിട്ട് ലേസും പിടിപ്പിച്ചു. ഇത് വേറെ എവിടുന്നുമല്ല, നമ്മുടെ തുണി നമ്മുടെ പരാഗ് ഫാഷൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായിരുന്നു എൻ്റെ ഫേസ്റ്റ് ഗിഫ്റ്റ്. അത് പൊളിച്ച് വന്നു, കുറേ ഗിഫ്റ്റ് കിട്ടി. ഉമ്മച്ചിയുടെ ഐശ്വര്യം. ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വേറൊരു ഫേവറേറ്റ് പേഴ്സൺ തന്നതാണ്. റോസു തന്നെ ഹാമ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നതാണ്. പക്ഷെ എൻ്റെ ആർത്തി മൂത്ത് ഞാൻ ഇതൊക്കെ കീറിക്കളഞ്ഞു, സോറിയേ. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാവേ. ഫസ്റ്റ് തന്നെ മിനിസോ എന്നാവുള്ളൂ. എനിക്ക് മിനിസോയിലെ ഭയങ്കര ഇഷ്ടം. ക്യൂട്ട് സ്റ്റഫ്സ് ഭയങ്കര അടിപൊളിയല്ലേ, ക്യൂട്ട് ഐറ്റംസ്. ഇത് തലയിൽ വെക്കാവുന്ന ഐറ്റമേ. നമ്മൾക്ക് ഇത് തലയിൽ വെച്ച് നോക്കാം. ഗുയ്സേൻ്റെ തല വലുതാണ്. ഇങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗിഫ്റ്റ് തന്നത് ദിസ് ക്ലിപ്പ്. ഓക്കെ, ക്ലിപ്പ്. ഇതെല്ലാം മിനിസോയിലെ ക്യൂട്ട് ഐറ്റംസ് ആണ്. നോക്ക്, മിനിസോ എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇനി വരുന്നതാണ് എൻ്റെ മെയിൻ ഐറ്റം. ഞാൻ റോസും പുള്ളിക്കാരത്ത് പോയൊരു വീഡിയോയിൽ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്, കാറിൽ ഫിറ്റ് ചെയ്തതിൻ്റെ. അപ്പം ഞാൻ അന്ന് തൊട്ട് ഇത് മേടിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഏറ്റവും യൂസ്ഫുൾ ഐറ്റമാണ്. ഇത് നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് കാറിൽ തന്നെ കാറിൻ്റെ ഗ്ലാസിൻ്റെ സർഫേസിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിത് വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ്. അടിപൊളി ഐറ്റമാണ്, യൂസ്ഫുൾ ഐറ്റമാണ് ഇന്ന്. താങ്ക് യു. ആൻഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾവേസ് ഫേവറേറ്റ് ആണ്. ഇത് ക്യൂട്ട് ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഓരോ ജേണലൊന്നുമല്ല, ഓരോ കൊളാബ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ എഴുതി ജസ്റ്റ് ഫോർ എ ഓർമ്മപ്പെടുത്തലിന് എഴുതാൻ പറ്റിയ ബുക്കാണ്. അപ്പോൾ ഇനി വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, പിന്നെ ദിസ് ലെയർ വാട്ടർ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞു ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ +1 തൊട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു സിഗ്നേച്ചർ സ്മെൽ പോലെ. എനിക്ക് വേറെ സ്പ്രേസ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, കാരണം ഒരു സ്മെല്ല് തന്നെയല്ലേ വരേണ്ടത്. സോ അത് കണ്ടറിഞ്ഞ് റോസ് മേടിച്ചു. ആൻഡ് ഈ ബുഷ്, ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ബുഷ്, ഇതെല്ലാം മിനിസോന്നാണ്. പിന്നെ ഒരു അടിപൊളി ഐറ്റം കാണിച്ചു തരാവേ. ഇങ്ങനെ അവളുടെ ഫ്രണ്ടിൻ്റെ ഒരു ഓർണമെൻറ്റ്സിന് ആക്സസറീസ് പേജിൽ നിന്ന് കുറച്ച് അടിപൊളി ഐറ്റംസ് മേടിച്ച് തന്നിട്ടുണ്ട്. ദേ ഈ കമ്മല്, പിന്നെ നോക്ക് കമ്മലുകളുടെ മേളമാണ് ഗോയ്സ്. പിന്നെ ഇത് നമുക്ക് കയ്യിലിടാൻ പറ്റിയ ഒരു ഹാൻഡ് ചെയിൻ പോലത്തെ ഐറ്റം ആണ്. അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. ആൻഡ് നോക്ക്, നല്ല അടിപൊളി മാല നോക്ക്. ആൻഡ് ഈ സണ്ണിക്ക് ഇഷ്ടം, ഞാൻ ഇടയ്ക്കിടെ മേടിക്കുന്ന ഇങ്ങനത്തെ ഐറ്റം നോക്ക്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ക്യൂട്ട് സ്റ്റഫ്സ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ആ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ മേടിക്കാൻ വേണ്ടി ഇരുന്നതാ. നിങ്ങൾ മേടിച്ചോട്ടോ. ഇത് ഷോപ്സിലും അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അവൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എന്തോ മേടിച്ചത്. അവൾക്ക് 2 ഡേയ്സിനുള്ളിൽ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ 18th എനിക്ക് അവൾ ഗിഫ്റ്റ്സ് തന്നത്. ഇന്ന് കേക്കും അജുക്കയുടെ വക കേക്കും സർപ്രൈസ് ആയിട്ട് തന്നു. അപ്പോൾ കേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ അജുക്കാനെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴും ഒന്നും മിണ്ടിയില്ല ഗിഫ്റ്റിനെ പറ്റി. എനിക്ക് ഈവൻ ചെറിയ ഗിഫ്റ്റ്സ് ആണല്ലോ അത് എനിക്കിങ്ങനെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ അത് തുറന്നു നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എന്നിട്ടും ഞാൻ കുറേ ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞില്ല. 20th അന്ന് രാത്രി കറക്റ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് തന്നാണ്. ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഫോൺ. ഓക്കെ, ഒരു
1 month മുന്നേ ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബർത്ത്ഡേക്ക് മതി, എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടുന്നതാണ് ഏറ്റവും സ്പെഷ്യലായിട്ട്. ഓക്കെ, അപ്പം കാണിച്ചു തരാം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കുമല്ലോ, ഡ്രസ്സാണേ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കോഡ് സെറ്റ് വെയർ ചെയ്യാൻ. ബിക്കോസ് പാൻറ്റും ടോപ്പും വേറെ പോയി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഷോ നോക്ക്, പാൻറ്റും ടോപ്പും വരുന്ന ഒരു കോഡ് സെറ്റാണ് അജുക്ക എടുത്ത് മാക്സിൽ പോയിട്ട്. അതും എങ്ങനെ സെലക്ട് ചെയ്തെടുത്തോ, എന്താണല്ലോ അടിപൊളി ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുർത്തിയും കൂടെയാണ് ഗിഫ്റ്റ് ചെയ്തത്. ഒരു വൈറ്റ് കുർത്തി, ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്. ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ ഇതൊരു ഫംഗ്ഷൻ വെയർ ആണ്, എനിക്ക് എൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇടാനുള്ളത്. അപ്പം അത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ ഒരു അടിപൊളിയാണ്. ഒരു കളറൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഗിഫ്റ്റ്. ഓക്കെ, എനിക്ക് യൂഷ്വലായിട്ട് കിട്ടുന്ന 2 ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഒന്ന് ശാലുവിൻ്റെ ഗിഫ്റ്റ്, അവളുമായിട്ട് ഞാൻ പോയി ഡ്രസ്സ് അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ അതിനുള്ള ടൈം ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് അവൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. സോ ഗിഫ്റ്റ് വരുന്നതേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് ഗിഫ്റ്റ് ഈസ് ഷൗട്ടൻ്റെ ഗിഫ്റ്റ്. അവൻ ഓർഡർ ചെയ്തത് ഒരു അടിപൊളി ഐറ്റമാണ്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ സർപ്രൈസ് ആയിട്ട് തന്നെ ഞാൻ എങ്ങാനും അറിയാതെ മേടിച്ചു പോയാലോ എന്ന് ഓർത്തിട്ടാണ് അവനോട് ചോദിച്ചിട്ട് മേടിച്ചത്. അതപ്പം ഇന്നോ നാളെയോ വരും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്. ആൻഡ് എന്നെ സ്പെഷ്യലായിട്ട് കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലത്തെ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.